ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കർ ചെയ്തെടുത്താലോ. അതിനായിട്ട് ഒരു ഒറിഗാമി പേപ്പർ എടുക്കുക. ഇനി അതിനുള്ളിലായിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെയും ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഓരോ സർക്കിളും വരച്ചെടുക്കുന്നതിനായിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയസ് ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വരച്ചെടുത്തതിന് ശേഷം ഔട്ടർ ലെയറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി രണ്ട് സർക്കിളിനും ഇടയിലുള്ള ഈ ഒരു സ്പേസ് സിസർ ഉപയോഗിച്ച് ചെറുതാക്കി കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗം ഏതെങ്കിലും ഒരു സൈഡിലേക്കായി മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് പോട്ടിൻ്റെ ടോപ്പ് പോർഷൻ. ഇനി ഇതിലേക്കുള്ള ബോട്ടം പോർഷൻ സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഇതേ കളറിലുള്ള ഒറിഗാമി പേപ്പർ എടുക്കുക. അതിൻ്റെയും അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ഈക്വൽ ഹാഫായിട്ട് നീളത്തിലൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം മൊത്തം ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഗമ്മാക്കി നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് അതേ ഷേപ്പിൽ തന്നെ, അതായത് ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ പോട്ടിനുള്ളിൽ വെക്കാനുള്ള കാക്ടസ് ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. ഇനി സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പേപ്പർ നിവർത്തി കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. ഗ്രീൻ കളറിൽ ഇതേ ഷേപ്പിലുള്ള 10 പീസസ് ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ കളർ ഒറിഗാമി പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പേപ്പർ അതിലേക്കായിട്ട് വെച്ച് ഒരു പെന്ന് ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ അതിൻ്റെ ബോർഡർ ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് ഈക്വൽ ഹാഫായിട്ട് മടക്കിയെടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത 9 പീസസും ചെയ്തെടുക്കാം. ഇനി
ഓരോ പീസ് പേപ്പറും ഒന്നിനു മുകളിൽ ഒന്നായി ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് പേപ്പറിന്റെ രണ്ടറ്റം കൂടിയിട്ട് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഓരോ ലെയറും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പോട്ടിലേക്കായിട്ട് ഈ ഒരു കാക്ടസ് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു ഫ്ലവർ കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പിങ്ക് കളർ ഒറിഗാമി പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെയും അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ എടുത്ത് ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെയും ഈക്വൽ ഹാഫായി മടക്കി കൊടുക്കാം. ഇനി അതൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്കാക്കി മടക്കിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ കോർണറിലായിട്ട് ഇതേ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. വരച്ചെടുത്തതിന് ശേഷം അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മടക്കിയ പേപ്പർ നിവർത്തി കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ ഓരോ പെറ്റൽസും തെർമോക്കോൾ കട്ടറോ അല്ലെങ്കിൽ സിസറോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ ഇതിനേക്കാൾ ചെറിയൊരു സൈസിൽ ഇതേപോലത്തെ ഒരു ഫ്ലവർ കൂടി ചെയ്തെടുക്കുക. എന്നിട്ട് ഗം ഉപയോഗിച്ച് രണ്ട് ഫ്ലവറും ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ഒരു ഫ്ലവർ കാക്ടസിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഡെസ്റ്റേക്കർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.